ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിശ്വസിച്ചു പോരുന്ന ചില നാളുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാതെ കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആവശ്യമില്ലാതെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്ന ചില അബദ്ധധാരണകളാണ് ഇതിനൊക്കെ കാരണം. അതിനാൽ യാഥാർത്ഥ്യം എന്തെന്ന് പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ചില പ്രത്യേക നാളുകളിൽ കുട്ടികൾ ജനിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഭയപ്പാടിലായിരിക്കും മാതാപിതാക്കളും ബന്ധുക്കളും. ഈ നാളുകളിൽ ഡോക്ടർ തരുന്ന ഡെലിവറി ഡേറ്റ് വന്നുപെട്ടാൽ അതിന് മുമ്പുള്ള നാളുകളിൽ സിസേറിയൻ നടത്താൻ ആവശ്യപ്പെടുന്ന മാതാപിതാക്കളെയും നമുക്ക് കാണുവാൻ കഴിയും. ചിലർക്ക് അത്രയ്ക്കും പേടിയാണ് ഈ നാളുകളിൽ കുട്ടികൾ ജനിക്കുക എന്നത്. കാരണം ഈ നാളുകളിൽ ജനിച്ചാൽ മൃത്യുതുല്യമായ ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു പോരുന്നു. ഇവയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന നാളുകളാണ് പൂയം, അത്തം, പൂരാടം എന്നീ 3 നാളുകൾ ജനിക്കുക എന്നത്. ഈ നാളുകളെ പാദദോഷമുള്ള നാളുകൾ, കാലുദോഷമുള്ള നാളുകൾ, കൂർദോഷമുള്ള നാളുകൾ എന്നിങ്ങനെ പല പേരുകളിലും പറയപ്പെടുന്നു. രസകരമായ കാര്യം, ഈ 3 നക്ഷത്രങ്ങൾക്ക് മാത്രമല്ല കാലുള്ളത്, മറിച്ച് 27 നക്ഷത്രങ്ങൾക്കും 4 കാലുകൾ വീതമുണ്ട്. ഒരു നക്ഷത്രം ഏകദേശം 60 നാഴിക അഥവാ 24 മണിക്കൂറാണ്. ചിലപ്പോൾ ഇവ 60 നാഴികയിൽ അല്പം കൂടുതലോ കുറവോ ആയി വരാം. എങ്കിലും പൊതുവെ എല്ലാ നാളുകളും ശരാശരി 60 നാഴിക എന്നാണ് കണക്ക്. ഈ 60 നാഴിക അഥവാ 24 മണിക്കൂറിനെ 4 ഭാഗിച്ചാൽ 15 നാഴിക അഥവാ 6 മണിക്കൂർ വീതം കിട്ടും. ഈ ഓരോ 15 നാഴികയും ആ നാളിൻ്റെ ഓരോ പാദങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ആ നാൾ തുടങ്ങി ആദ്യ 15 നാഴിക വരെ 1-ാം പാദവും, 15 നാഴിക കഴിഞ്ഞ് 30 നാഴിക വരെ 2-ാം പാദവും, 30 നാഴിക കഴിഞ്ഞ് 45 നാഴിക വരെ 3-ാം പാദവും, 45 നാഴിക കഴിഞ്ഞ് 60 നാഴിക വരെ 4-ാം പാദവുമായി കണക്കാക്കുന്നു. എന്നാൽ മറ്റു ചില നാളുകളെ അപേക്ഷിച്ച് പൂയം, അത്തം, പൂരാടം എന്നീ നക്ഷത്രങ്ങളുടെ ഏതെങ്കിലും ഒരു കാലിൽ ഒരു കുട്ടി ജനിച്ചാൽ പിതാവ്, മാതാവ്, മാതുലൻ, ജനിച്ച കുട്ടി എന്നിവർക്ക് ജനിച്ച കാലിൻ്റെ അടിസ്ഥാനത്തിൽ നാശം അഥവാ മരണം സംഭവിക്കുമെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു കുട്ടി ജനിച്ചാൽ ഭയാശങ്കകൾ ഏറുകയും ഉടൻ തന്നെ ഒരു ജ്യോത്സ്യനെ കണ്ട് ആർക്കാണ് ദോഷം സംഭവിക്കുന്നത് എന്ന് തിരക്കി അറിയുകയും ചെയ്യുന്ന പ്രവണതയുണ്ട്. ഇനി ഇതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പൂയം നക്ഷത്രത്തിൽ ആര് ജനിച്ചാലും അതിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ ജാതകന് തന്നെയും, 2-ാം പാദത്തിൽ ജനിച്ചാൽ മാതാവിനും, 3-ാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും, 4-ാം പാദത്തിൽ ജനിച്ചാൽ മാതുലൻ അഥവാ അമ്മാവനും നാശം അഥവാ മരണം സംഭവിക്കുമെന്നാണ് ധരിച്ചു വച്ചിട്ടുള്ളത്. ഈ ഓരോ കാലിനും ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. അതായത് തൻകാല്, അമ്മക്കാല്, അച്ഛൻകാല്, അമ്മാവൻകാല് എന്നിങ്ങനെ. എന്നാൽ പൂയം നക്ഷത്രത്തിൻ്റെ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു കാലിൽ ജനിച്ചതുകൊണ്ട് മാത്രം ആർക്കും ഒരു ദോഷവും സംഭവിക്കുകയില്ല എന്നതാണ് വസ്തുത. ദോഷം സംഭവിക്കണമെങ്കിൽ മറ്റു ചില ഉപാധികൾ കൂടി ഒത്തുവരണം. എങ്കിൽ മാത്രമേ ദോഷം സംഭവിക്കുകയുള്ളൂ. എന്താണ് ആ ഉപാധികൾ എന്ന് നോക്കാം. അതായത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ, ആ കുട്ടിയുടെ ജനന ലഗ്നം കർക്കിടകമായിരിക്കുകയും തിഥി പ്രതിപദമായിരിക്കുകയും ആഴ്ച ബുധനാഴ്ച ആയിരിക്കുകയും വേണം. മേൽപ്പറഞ്ഞ പ്രകാരം ബുധനാഴ്ച ദിവസം കർക്കടക ലഗ്നം കൊണ്ട് പ്രതിപദ തിഥിയിൽ പൂയം നക്ഷത്രത്തിൽ
ഒരു കുട്ടി ജനിച്ചെങ്കിൽ മാത്രമേ മേൽപ്പറഞ്ഞ ഓരോ പാദത്തിലും പറഞ്ഞിരിക്കുന്ന ദോഷം സംഭവിക്കുകയുള്ളൂ. അല്ലാതെ പൂയം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് കരുതി ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. മേൽപ്പറഞ്ഞ 4 കാര്യങ്ങളും ഒത്തുവരിക എന്നത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇത് മാത്രമല്ല, കാലിൻ്റെ കാലിൽ ജനിച്ചെങ്കിൽ മാത്രമേ ദോഷം പ്രബലമായിരിക്കുകയുള്ളൂ. അതായത് പൂയം നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനായിരിക്കും നാശമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 3-ാം പാദം തുടങ്ങുന്നത് ആ നക്ഷത്രത്തിൻ്റെ 30 നാഴിക കഴിഞ്ഞ് 45 നാഴിക വരെയാണ്. ഈ 15 നാഴിക അഥവാ 6 മണിക്കൂറിനെ വീണ്ടും 4ആയി ഭാഗിച്ച് കിട്ടുന്ന 1.5 മണിക്കൂർ അഥവാ 3.25 നാഴിക കണക്കാക്കി 3-ാം പാദം തുടങ്ങുന്ന സമയം തൊട്ട്, അതായത് ആദ്യ 3 മണിക്കൂർ കഴിഞ്ഞു വരുന്ന 1.5 മണിക്കൂറിനുള്ളിൽ ജനിച്ചെങ്കിൽ മാത്രമേ 3-ാം കാലിൻ്റെ 3-ാം കാലായി വരികയുള്ളൂ. ഈ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ജനിക്കുക എന്നത് സർവ്വസാധാരണമല്ല. വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ. ഈ 1.5 മണിക്കൂറിന് മുമ്പുള്ള സമയമോ പിമ്പുള്ള സമയമോ ആണ് ആ കുട്ടി ജനിച്ചതെങ്കിൽ പിതാവിന് പറഞ്ഞിരിക്കുന്ന ദോഷം പ്രബലമായിരിക്കുകയില്ല. ഇതുമാത്രമല്ല, ചന്ദ്രൻ ബലവാനായി ലഗ്നാൽ ഇഷ്ടഭാവത്തിൽ ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ട്യാദികളോടുകൂടി നിന്നാലും മേൽപ്പറഞ്ഞ നക്ഷത്രദോഷം സംഭവിക്കുകയില്ല. ഉദാഹരണമായി, മകരമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ വെളുത്തവാവ് ദിവസമോ അതിനോട് അടുത്തുള്ള ദിവസമോ ആയിരിക്കും ആ കുട്ടി ജനിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ചന്ദ്രൻ പക്ഷബലത്തോടു കൂടിയവനും സ്വക്ഷേത്ര ബലവാനും ആയിരിക്കും. ഇങ്ങനെ ചന്ദ്രൻ ബലവാനായിരിക്കുമ്പോൾ ചന്ദ്രനോടുകൂടി ശുഭന്മാരായ വ്യാഴം, ശുക്രൻ, ബുധൻ എന്നിവർ നിൽക്കുകയോ അഥവാ ഇവരുടെ ദൃഷ്ടി ചന്ദ്രനുമേൽ ഉണ്ടാവുകയോ ചെയ്താൽ കൂർദോഷം അഥവാ പാദദോഷം സംഭവിക്കുകയില്ല എന്നാണ് ആചാര്യമതം. ഇവിടെ ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങൾക്ക് അത് നിൽക്കുന്ന രാശിയിൽ നിന്നും 7-ാം രാശിയിലേക്കും വ്യാഴത്തിന് 5, 7, 9 എന്നീ രാശികളിലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അതിനാൽ പൂയം നക്ഷത്രത്തിൻ്റെ കാലിൻ്റെ കാലിൽ കർക്കിടക ലഗ്നത്തിൽ ബുധനാഴ്ച ദിവസം പ്രതിപദ തിഥിയിൽ ചന്ദ്രന് പക്ഷബലമില്ലാത്ത അവസ്ഥയിൽ ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഇല്ലാതെ വരുമ്പോൾ ജനിക്കുക എന്നത് വളരെ വിരളമായിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് അത്തം നക്ഷത്രത്തിലും പൂരാടം നക്ഷത്രത്തിലും ജനിച്ചാലുള്ള കാര്യവും. അത്തം നക്ഷത്രത്തിൻ്റെ 1-ാം പാദം അച്ഛൻ കാലെന്നും 2-ാം പാദം അമ്മാവൻ കാലെന്നും 3-ാം പാദം തൻകാലെന്നും 4-ാം പാദം അമ്മക്കാലെന്നും പറയപ്പെടുന്നു. ഇവിടെയും അത്തം നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ, ലഗ്നരാശി കന്നിയായിരിക്കുകയും ആഴ്ച ചൊവ്വാഴ്ചയായിരിക്കുകയും തിഥി സപ്തമി തിഥി ആയിരിക്കുകയും ചെയ്താൽ മാത്രമേ ദോഷം സംഭവിക്കുകയുള്ളൂ. മാത്രവുമല്ല, മേൽപ്പറഞ്ഞതുപോലെ കാലിൻ്റെ കാലിലാണോ ജനിച്ചതെന്നും ചന്ദ്രന് പക്ഷബലമുണ്ടോ എന്നും ചന്ദ്രനോടുകൂടി ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ചന്ദ്രന്മേൽ ഉണ്ടോ എന്നും നോക്കിയതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ ദോഷമുണ്ടോ എന്ന് വിലയിരുത്തുവാൻ പാടുള്ളൂ. അതുപോലെ പൂരാടം നക്ഷത്രത്തിൻ്റെ 1-ാം പാദം അമ്മക്കാലും 2-ാം പാദം അച്ഛൻ കാലും 3-ാം പാദം അമ്മാവൻ കാലും 4-ാം പാദം തൻകാലുമാകുന്നു. ഇവിടെയും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ, ജനനലഗ്നം ധനുവായിരിക്കുകയും ആഴ്ച ശനിയാഴ്ചയായിരിക്കുകയും തിഥി ചതുർത്ഥിയോ നവമിയോ ചതുർദശിയോ ആയെങ്കിൽ മാത്രമേ പൂരാടത്തിൻ്റെ കൂർദോഷം യഥാകാലം സംഭവിക്കുകയുള്ളൂ. ഇവിടെ പൂരാടം നക്ഷത്രത്തിന് മറ്റ് 2 നക്ഷത്രങ്ങളെയും അപേക്ഷിച്ച് 3 തിഥികളിൽ ജനിച്ചാൽ ദോഷം പറഞ്ഞിട്ടുള്ളതിനാൽ പൂരാടം നക്ഷത്രത്തിൻ്റെ പാദദോഷം കുറച്ച് കൂടുതലായി ഉണ്ടാകാം. എങ്കിലും കാലിലെ ജനനവും ചന്ദ്രൻ്റെ പക്ഷബലവും ചന്ദ്രനുമായുള്ള ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ട്യാദികളും മറ്റും വെച്ച് നോക്കുമ്പോൾ ഈ നാളിൽ സർവ്വസാധാരണമായി ഈ ദോഷം സംഭവിക്കാറില്ല. ഇനി എപ്പോഴാണ് ഈ ദോഷം സംഭവിക്കുക എന്നത് നോക്കാം. ദോഷലക്ഷണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പൂയം നക്ഷത്രത്തിൻ്റെ പാദദോഷം ജനനം മുതൽ 3 മാസത്തിനകവും
പൂരാടത്തിൻ്റെ ദോഷം ജനനം മുതൽ 8 മാസത്തിനകവും അത്തത്തിൻ്റെ ദോഷം ജനനം മുതൽ 12 വർഷത്തിനകവും സംഭവിക്കാമെന്നാണ് പറയുന്നത്. ചില ആചാര്യന്മാർ അത്തത്തിൻ്റെ ദോഷലക്ഷണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് 16 18 വയസ്സാകുന്നതുവരെ ദോഷം സംഭവിക്കാമെന്നും പറയുന്നുണ്ട്. അതിനാൽ പൂയം, അത്തം, പൂരാടം എന്നീ നാളുകളിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് കരുതി ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. മേൽപ്പറഞ്ഞ വിധത്തിൽ ദോഷലക്ഷണങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ എന്നും ഏതെങ്കിലും തരത്തിലുള്ള ദോഷഭംഗം സംഭവിച്ചിട്ടുണ്ടോ എന്നും നോക്കുക. ദോഷഭംഗം ഇല്ലാതെ ദോഷഫലങ്ങൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആശങ്കപ്പെടേണ്ടതുള്ളൂ. അങ്ങനെ വരികയെന്നത് അപൂർവമായി മാത്രം സംഭവിക്കാറുള്ളതാണ്. അതുമാത്രമല്ല, ദോഷഭംഗത്തോടു കൂടി പഴുതുകാലിൽ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ജാതകത്തിൽ മറ്റ് ദുര്യോഗങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ധനത്തോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കുന്നതാണ്. ഇനി ദോഷഫലങ്ങൾ പൂർണ്ണമായും ഉണ്ടെങ്കിൽ തന്നെയും ആർക്കാണോ അവ അനുഭവത്തിൽ വരാവുന്നത് അവർ അവരുടെ ജന്മനക്ഷത്രം തോറും മൃത്യുഞ്ജയഹോമം മുതലായ ആയുർദായക പൂജകൾ ചെയ്യുകയും നക്ഷത്രദോഷ പരിഹാരങ്ങൾ ചെയ്യുകയും ഇഷ്ടദേവതയെ പൂജിക്കുകയും ശിവകീർത്തനങ്ങളും ശ്ലോകങ്ങളും ഭക്തിപൂർവ്വം ജപിക്കുകയും ചെയ്താൽ ദോഷഫലം കുറയ്ക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ പ്രിയ പ്രേക്ഷകർക്ക് ഉപകാരപ്രദം ആകുമെന്ന വിശ്വാസത്തോടെ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പുകൾ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ശുഭാശംസകൾ.